പൗരത്വ ഭേദഗതി നിയമത്തിന് ഇടക്കാല സ്റ്റേ ഇല്ല. നിയമത്തിനെതിരായ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 3 ആഴ്ചത്തെ സമയം സുപ്രീംകോടതി അനുവദിച്ചു. ഹർജികൾ അടുത്ത മാസം 9 വീണ്ടും പരിഗണിക്കും. 4 വർഷം മുൻപ് പാസാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിജ്ഞാപനം ചെയ്തത് സതുദ്ദേശത്തോടെയല്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനുള്ളിൽ പൗരത്വം നൽകുന്ന നടപടി ആരംഭിച്ചാൽ കോടതിയെ സമീപിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെയോ അനുബന്ധമായി പുറപ്പെടുവിച്ച ചട്ടത്തിന്റെയോ സാധുതാ പരിശോധനയിലേക്ക് സുപ്രീംകോടതി ഇന്ന് കടന്നില്ല. കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷകളിൽ മറുപടി അറിയിക്കാൻ സാവകാശം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപേക്ഷകൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുള്ളതാണ്. പൗരത്വ നിയമമോ ചട്ടമോ ഒരാൾക്കും പൗരത്വം നിഷേധിക്കാനോ ഏതെങ്കിലും മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനോ അല്ല. 2014 മുൻപ് ഇന്ത്യയിൽ അഭയം തേടിയ അതിർത്തി രാജ്യങ്ങളിലെ ചില വിഭാഗങ്ങളിലെ ആളുകൾക്ക് പൗരത്വത്തിന്റെ സംരക്ഷണം നൽകുകയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. നടപടികളും സംവിധാനങ്ങളും പൂർത്തിയാകാൻ 3 മാസമെങ്കിലും വേണ്ടിവരുമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. കേന്ദ്ര നിലപാടിനെ ശക്തമായാണ് എതിർപക്ഷം ഗണ്ണിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഈ നിയമം ലംഘിക്കുന്നു. ഒരു മതവിഭാഗത്തിലെ ജനങ്ങളെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. നിയമം പാസായി 4 വർഷവും 4 മാസവും കഴിഞ്ഞാണ് ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അസ്വാഭാവികത കാണാമെന്നും ഹർജിക്കാർ വാദിച്ചു. നിയമത്തിനെതിരെ രാജ്യത്തുള്ള വികാരം പോലും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും എതിർവിഭാഗം പറഞ്ഞു. അപേക്ഷകളിൽ നോട്ടീസ് പുറപ്പെടുവിച്ച കോടതി അടിയന്തര ഇടക്കാല സ്റ്റേയ്ക്ക് തയ്യാറായില്ല. ഇക്കാലയളവിൽ പൗരത്വം അനുവദിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാനുള്ള സാധ്യത മുന്നിലുണ്ടെന്നും കോടതി വിലയിരുത്തി. ഹർജിക്കാരിൽ ആദ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ കപിൽ സിബലും ഹാരിസ് ബീരാനും പ്രതിനിധീകരിച്ചു. ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കരുത് എന്നുള്ള മറ്റൊരു വാദമാണ് കോടതിയിൽ ലീഗ് ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ട് കോടതി തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസ് അനുസരിച്ചിട്ട് പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. എംപവേർഡ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി, അങ്ങനെ പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. ആ കമ്മിറ്റികളൊന്നും നിലവിൽ വന്നിട്ടില്ല. അതിനെല്ലാം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു കാര്യം ഉദിച്ചു വരുന്നില്ല എന്നുള്ള കാരണമാണ് കോടതി തന്നെ പറഞ്ഞത്. 3 ആഴ്ച സാവകാശമാണ് മറുപടി നൽകാൻ കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് പുറമെ ഡിവൈഎഫ്ഐ, രമേശ് ചെന്നിത്തല, കേരള സർക്കാർ എന്നിവരുടെ അടക്കമുള്ള ഹർജികൾ ഇനി ഏപ്രിൽ 9 സുപ്രീംകോടതി പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.